ഹലോ, വെൽക്കം ബാക്ക്. കൂന്തൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടിലൻ ഗ്രേവിയാണ് ഇന്നത്തെ റെസിപ്പി. അത്യാവശ്യം വലുപ്പമുള്ള കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഈ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രേവി നമ്മൾ ഉണ്ടാക്കുന്നത്. മഡ്പോട്ടിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ചട്ടി നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ച് ഒരു 2 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള വാടാൻ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. കൂന്തളാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫിഷ്. കൂന്തൽ നിറച്ചതും വറുത്തതും തേങ്ങാക്കൊത്തും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള തക്കാളിയാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. വേറെ പുളിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഈ തക്കാളിയിലുള്ള പുളി മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തക്കാളി എടുക്കുക കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരും. ഇനി 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഓക്കെ ആയി. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫിഷ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂന്തൽ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂന്തൽ കൈ കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചത് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയാലോ എന്നായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അത് വൃത്തിയാക്കുന്ന സമയത്ത് മീൻ ഒരുപാട് അങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പോൾ നിറച്ചത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് എത്തിയത്. മീനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. കൂന്തലിന് വേവ് കുറവായതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൽ ഒരു 3 മിനിറ്റ് മീനൊന്ന് തിളച്ച് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാകും. കൂടുതൽ വേവില്ലാത്തതുകൊണ്ട് അത്ര സമയം മതി. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ആക്കി ഒന്ന് തിളച്ച് വന്നാൽ നമുക്കത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട ഇവയ്ക്കൊപ്പം പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.